അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഖസ്റാക്കാൻ അനുവാദമുള്ളവർ ആരൊക്കെയാണ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഖസ്ർ എന്ന് ചോദിച്ചാൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്തായി നമസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. സാധാരണഗതിയിൽ യാത്രക്കാർക്കാണ് ഈ നിയമം അല്ലാഹു അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യാത്രക്കാർ അവർക്ക് ഖസ്റാക്കാം. സൂറത്തു നിസാഇന്റെ 101-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത് വൈദാ ദറബതും ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്താൽ ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാ, നമസ്കാരം ചുരുക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലെന്നാണ്. അപ്പോൾ യാത്രക്കാർക്ക് നമസ്കാരം ഖസ്റാക്കി നമസ്കരിക്കാവുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സഹ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയാണ്, സഹിബ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകന്റെ കൂടെ അനുഗമിക്കുമായിരുന്നു. ആ സമയത്തെല്ലാം ഫഖാന ല യസീദു ഫി സഫരി അല റകഅതൈൻ, 2 റക്അത്തിൽ കൂടുതൽ പ്രവാചകൻ നമസ്കരിച്ചിട്ടില്ല. ഖസ്റാക്കിയാണ് പ്രവാചകൻ നമസ്കാരം യാത്രയിൽ നിർവഹിച്ചത്. അബൂബക്കർ ഉമർ ഉസ്മാൻ, ഉമറും ഉസ്മാനും അബൂബക്കർ റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവരൊക്കെ അങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഇമാം ബുഖാരിയാണ് ഈ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത്. അതേ രണ്ടാമത്തെ പ്രശ്നമാണ് പേടിയുടെ വിഷയം. അതായത് ബുദ്ധിവിദ്ധക്കളം, ശത്രുക്കളുടെ ഭീഷണി, അക്രമഭയം, വന്യജീവികളുടെ ശല്യം, ജീവനോ സ്വത്തിനോ ഭീഷണിയുള്ള അടിയന്തരമായ സാഹചര്യം, ഇങ്ങനെ വരുമ്പോൾ അവർക്ക് നമസ്കാരം ആ സന്നിഗ്ധ ഘട്ടത്തിൽ ഖസ്റാക്കി നമസ്കരിക്കാം. പ്രത്യേകിച്ച് യുദ്ധ പശ്ചാത്തലങ്ങളിലൊക്കെ യുദ്ധ പടയാളികൾക്ക് ഇത് അനുവദിക്കപ്പെട്ട ഒരു ഇളവാണ് എന്ന് കൂടി മനസ്സിലാക്കുക. യഅ്ല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖുൽതു ലി ഉമർ ബിൻ ഖത്താബ്, ഖലീഫ ഉമറിനോട്, ഉമർ ഖത്താബിനോട് അദ്ദേഹം ചോദിച്ചു, ഇന്നമാ ഖാല അല്ലാഹു പറഞ്ഞത്, അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകും, ഫിത്നയെ ഭയപ്പെട്ടാൽ നിങ്ങൾ നമസ്കാരം ചുരുക്കി വേണം നമസ്കരിക്കാൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ യുദ്ധ പശ്ചാത്തലത്തിൽ, യുദ്ധസമാനമായ പശ്ചാത്തലത്തിൽ ചുരുക്കി നിസ്കരിക്കാൻ പറഞ്ഞല്ലോ. വഖദ് അമിനന്നാസ്, ജനങ്ങൾ നിർഭയരാണെങ്കിൽ പോലും അവർക്ക് നിസ്കരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഉമർ ഖത്താബ് പറയാണ്, നീ അത്ഭുതപ്പെട്ടതുപോലെ ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഫദക്കർതു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത് ഇതൊരു സ്വതക്കയാണ്, അഥവാ ഇളവുകൾ സ്വതക്കയാണ്. ആ സ്വതക്ക ഫഖ്ബലു സ്വതക്കതഹു, അല്ലാഹു തന്ന സ്വതക്ക സ്വീകരിച്ചോളാം ഞാൻ പറഞ്ഞത്. അപ്പോൾ യാത്രക്കാരനെ ഖസ്റാക്കാം. യാത്ര എന്ന ദൂരം, അനിശ്ചിതമായ ദൂരം കൃത്യമായ ഹദീസിലില്ല. ഇപ്പൊ യാത്രയാണെന്ന് തോന്നിയിരിക്കുന്ന ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ ഖസ്റാക്കാം. ഭയത്തിന്റെയും പേടിയുടെയും സാഹചര്യം വന്നാൽ ഖസ്റാക്കാം. ഈ 2 സമയങ്ങളിലാണ് ഖസ്റാക്കാൻ അനുവാദം തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.